ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലാണ്. നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും സ്റ്റാറ്റസ് അപ്ഡേഷൻ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ആദ്യമായി ഞാനൊരു സോറി പറയട്ടെ. എല്ലാ ആഴ്ചയും നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് പോർട്ടിൽ വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞത്. നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. നമുക്ക് ആ വർക്കിംഗ് സ്റ്റാറ്റസിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്ക് തന്നെയായ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കാണ്. 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സ്ട്രക്ചർ ഘടനയും ഈ പറയുന്ന പോലെ ആക്രഫോർഡ് മിൽറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലായിട്ട് 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. ആ റോഡിലെ കോൺക്രീറ്റ് സ്ലാബ് ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോ നമ്മളൊന്ന് കണ്ടു നോക്കില്ല, 2 ആഴ്ചയ്ക്ക് മുന്നിലുള്ള വളരെ കുറച്ചായിരുന്നെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ കോൺക്രീറ്റ് സ്ലാബ് ഫില്ല് ചെയ്ത് പോകുന്നത്. കോൺക്രീറ്റ് സ്ലാബ് ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ച കളറുള്ള ക്രെയിൻ നമുക്കവിടെ കാണാൻ സാധിക്കും. ആക്രോപോഡ് ഫില്ല് ചെയ്തും ഈ ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ക്രെയിന് സദാസമയം നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ തന്നെയുണ്ട്. ധാരാളം ലോറികളും കാണാൻ സാധിക്കും. ഈ പറയുന്ന സ്ലാബ് കൊണ്ടുവരുന്ന ലോറികളും ധാരാളം എക്സ്കവേറ്ററും നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിൽ കാണാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ധാരാളം സ്റ്റാഫുകളെയും നമുക്കവിടെ കാണാം, വർക്കിംഗ് സ്റ്റാഫുകളെ കാണാം. വളരെ ഫാസ്റ്റായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ വർക്കുകളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെയെല്ലാമാണ് നമുക്ക് ഈ പറയുന്ന പോലെ സ്ലാബ് ഇട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ കാണിക്കാം. എൻഡോൺ ഡംപിങ് നടക്കുന്ന ഭാഗം ഇവിടെ തന്നെയാണ്. നമുക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് എൻഡോൺ ഡംപിങ് നടക്കുന്ന ഭാഗങ്ങളെല്ലാം സ്ഥിരമായിട്ട് എല്ലാവർക്കും കാണിക്കാറുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ ഫില്ല് ചെയ്ത് വരുന്നത്. ഇതിവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നതായിരിക്കും. ഉണ്ടോ, ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ മുന്നിൽ കാണുന്ന ബെർത്തിൻ്റെ വർക്കാണ്. ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. 800 മീറ്റർ ബെർത്ത് ഉറപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കാണും. കാരണം 2 ആഴ്ചയായിട്ട് നമ്മൾ അപ്ഡേഷൻ എടുത്തില്ല. പക്ഷേ സാറ്റലൈറ്റ് വ്യൂ നമുക്ക് കിട്ടിയിരുന്നില്ല. മഴ ധാരാളമുള്ളതായിട്ട് കാരണം നമുക്ക് ഈ പറയുന്ന സാറ്റലൈറ്റ് വ്യൂ സെൻട്രൽ ഹബ്ബിൽ നിന്നുള്ള അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിരുന്നില്ല. ഉറപ്പായിട്ടും 800 മീറ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നടക്കുന്ന വർക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. അതുമാത്രമല്ല, എൻഡ് പോർഷൻ മുതൽ നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ ആവശ്യമായിട്ടുള്ള ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു വർക്ക് അവിടെ നടപ്പുണ്ടായിരുന്നു. ആ വർക്കെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പുതുതായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ കുറേ നാച്ചുറൽ സ്റ്റോണുകളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിരമാല വളരെ ശക്തമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നേരത്തെ ഉള്ളതിനെക്കാട്ടിയും ധാരാളം തിരമാലകളാണ്, വളരെ ശക്തമായ രീതിയിൽ തിരമാലകളാണ് ഉള്ളത്. ബ്രേക്ക് വാട്ടറിൽ, അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സ്ഥലത്തെല്ലാം വളരെ വലിയ തിരമാലകളുണ്ട്. ഇതാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത്. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്ന 8 STS ക്രെയിനുകളെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നാലും കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു 5 or 6 വ്യൂ നിന്നും മാത്രമേ നമുക്ക് ഡീറ്റെയിൽ അപ്ഡേഷനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഈ ഫ്രണ്ട് വ്യൂ നിന്നും വളരെ കുറച്ച് മാത്രം അപ്ഡേഷൻ എടുക്കാനേ സാധിക്കുള്ളൂ. അതുമാത്രമല്ല, വളരെ ദൂരെ നിന്നിട്ടായാലും നമുക്ക് ഈ പറഞ്ഞ ട്രഡ്ജിങ്ങിന് ആവശ്യമായിട്ടുള്ള ട്രഡ്ജർ ഓസിൻ്റെ ഔട്ട്പുട്ട് മടക്കി വെച്ചിരിക്കുന്നതും ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി ഡീറ്റെയിൽ അപ്ഡേഷനിലേക്ക് പോകേണ്ടത് ഒന്ന് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കിനെ കുറിച്ചാണ് പോകേണ്ടത്. എത്രത്തോളമാണ് ഇൻ്റർലോക്ക് പതിപ്പിച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. നമുക്ക് ഇനി അടുത്തുള്ള അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂ എല്ലാവർക്കും വളരെ പരിചിതമായ വ്യൂ തന്നെയാണ്. തൊട്ടു മുന്നേ നമ്മൾ കടലിൻ്റെ പുറത്തു നിന്നും അല്ലെങ്കിൽ പോർട്ടിൻ്റെ പുറത്തു നിന്നും പോർട്ടിനകത്തോട്ട് ഷൂട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ പോർട്ടിൻ്റെ അകത്തു നിന്നാണ് വിഷ്വലിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ വളരെ ദൂരെയായിട്ട് നമ്മൾ കാണുന്നത് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടുള്ള പ്ലേസാണ്. ഇവിടെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ ഒന്ന് കാണാൻ സാധിക്കും. കേട്ടോ, വളരെ കൂടുതലായിട്ട് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടുവന്ന വലിയ മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അതായത് 800 മീറ്റർ എൻ്റെ എൻഡ് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ധാരാളം വർക്കിംഗ് സ്റ്റാഫുകളുണ്ട്. വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. 800 മീറ്റർ കംപ്ലീറ്റ് ആയി കാണും. ഇതൊരു ഫിനിഷിംഗ് വർക്കിലേക്കായിരിക്കും ബെർത്തിൻ്റെ വർക്കുകൾ പോകുന്നത്. ആ വർക്കാണ് നമുക്ക് ഈ വ്യൂവിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നതിന് കാരണം ഈ വശത്തെല്ലാം ഇൻ്റർലോക്ക് കിട്ടുന്ന കാരണം യാർഡ് എക്സ്റ്റൻഷനിലെ ധാരാളമായി കൂട്ടിയിട്ടിരുന്ന നമ്മുടെ നാച്ചുറൽ സാൻഡെല്ലാം ലെവലാക്കിയിരിക്കുന്നു. മിഷ്യൻ വെച്ചിന് ലെവലാക്കിയിരിക്കുന്നു. അതിൽ ഈർപ്പാംശം വലിച്ചെടുത്തതിന് ശേഷമാണ് ഇൻ്റർലോക്ക് ഫില്ല് ചെയ്യുന്നത്. ആ വർക്കുകളെല്ലാം ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് വളരെ ദൂരെയായിട്ട് ഈ പറഞ്ഞ ബെർത്തിൻ്റെ എൻഡ് പോർഷൻ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് എൻഡ് പോർഷൻ ഇതിന് മുന്നേ കാണാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചിരുന്നു. എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനർത്ഥം യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നേറുന്നത്. ഇതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് കിട്ടുന്ന വിഷ്വൽ. അതുമാത്രമല്ല, കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ അപ്ഡേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. തരം തിരിച്ചുള്ള സ്റ്റോണുകളാണ് ഇവിടെ ധാരാളമായി ഡംപ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേജിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെ ഉൾപ്പെടെയുള്ള വർക്കുകൾ ഉടൻ തന്നെ സ്റ്റാർട്ടാവുന്നതായിരിക്കും. 2028 ആ വർക്കുകൾ ഫിനിഷാകുന്നത്. ആ സമയത്ത് ബെർത്ത് ഏതാണ്ട് 2000 മീറ്ററും ബ്രേക്ക് വാട്ടർ ഏതാണ്ട് 4000 മീറ്ററും കംപ്ലീറ്റ് ആകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ലക്ഷക്കണക്കിന് ടൺ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ തരം തിരിച്ച് തന്നെ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ കാണുന്ന പോലെ നാച്ചുറൽ സ്റ്റോണുകൾ ഡംപ് ചെയ്തിരിക്കുന്നത്. അത് വളരെ കൂടുതലാണ്. നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടിയും വളരെ കൂടുതലാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ലാബുകളാണ്. ഈ സ്ലാബുകളാണ് നമ്മൾ കുറച്ച് മുന്നേ ആയി ഈ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ 10 മീറ്റർ വീതിയുള്ള റോഡിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്ലാബുകൾ ഇവിടെ ഉണ്ടാക്കുന്നതല്ല, കുറച്ച് ദൂരെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് അത് ഈ പോർട്ടിൻ്റെ സൈഡിലായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കൂടുതലാണ്. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോർട്ടിൻ്റെ അകത്തെ കുറച്ച് വശങ്ങൾ കുറച്ച് വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിനും ഷിഫ്റ്റ് ഷോർ ക്രെയിനും വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഈ ക്രെയിനുകളെല്ലാം എഫിഷ്യൻസി ടെസ്റ്റുകളെല്ലാം ഓരോ വശത്തായിട്ട് നടക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും പറയുന്നത് കൊണ്ടാണ് പിന്നെ ഇത് റിപ്പീറ്റ് പറയാത്തത്. ഇപ്പോൾ നമുക്ക് VRMG കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിൻ E03യുടെ ഈ എഫിഷ്യൻസി ടെസ്റ്റാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പല യാർഡ് ക്രെയിനുകളെയും ഷിഫ്റ്റ് ഷോർ ക്രെയിനിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഇനി നമുക്ക് പോർട്ടിലെ മാറ്റങ്ങളാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ മാറ്റങ്ങൾ പെട്ടതാണ് നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണുന്ന റോഡിൻ്റെ വർക്കുകൾ ഉണ്ടോ. റോഡിൻ്റെയും റോഡിനോട് ചേർന്നിട്ടുള്ള ഈ പറയുന്ന ഓട പോലെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയിരുന്നെങ്കിൽ ആ ഭാഗത്തെല്ലാം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് താഴോട്ടിറങ്ങി നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാൻ പറ്റൂ. നമുക്ക് കുറച്ച് താഴോട്ട് പോകാൻ വളരെ ഹൈറ്റുള്ള പ്ലേസിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് താഴോട്ടിറങ്ങി നിന്ന് ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ PO ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ സൈഡിലൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഫിനിഷായിരിക്കുന്നു കേട്ടോ. നിലവിൽ ഇനി പെയിൻറ്റിൻ്റെ വർക്കുകളൂടി മാത്രമേ കാണുകയുള്ളൂ. ഇൻറ്റീരിയർ വർക്കും കുറച്ച് കാണും. ബാക്കി എല്ലാ വർക്കുകളും നമുക്ക് പുറമേ നിന്ന് ഫിനിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, പഴയതുപോലെ തന്നെ ലോറികളിൽ സ്റ്റോണ് കൊണ്ടുപോകുന്നുണ്ട്. അത് വെയിറ്റ് ബ്രിഡ്ജിൽ ചെക്ക് ചെയ്യുന്നതും നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ പറയുന്ന PO ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ ഡംപ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുറച്ച് താഴോട്ടിറങ്ങി വന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിഷ്വൽ. അതുമാത്രമല്ല, കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം ഏതാണ്ട് ഫില്ലായിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റായി വരുവാണ്. ഈ കോമ്പൗണ്ട് വാൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളാണ് നമ്മൾ നോക്കുന്നത് കണ്ടോ. ഈ വർക്കുകളെല്ലാം ഏകദേശം ഫില്ലായിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കോമ്പൗണ്ട് വാളിൽ ചേർന്നിട്ടാണ് റോഡിൻ്റെ വർക്കുകളുള്ളത്. നമുക്ക് കുറച്ച് സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ വന്നവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉള്ളൊരു ബ്രേക്കാണെന്ന് തോന്നുന്നു. ഇവിടെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് വാളിൽ ചേർന്നിട്ടുള്ള റോഡിൻ്റെ വർക്കുകൾ. അതിനോട് ചേർന്നിട്ടുള്ള ഈ വെള്ളം ഒഴുകിപ്പോകുന്നതുമായിട്ടുള്ള ഒരു ഓട പോലുള്ള വർക്കുകൾ, അതിൻ്റെ വർക്കും ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ധാരാളം എംസാൻഡും നമ്മുടെ മുന്നിലായിട്ട് ചെറിയ മെറ്റലും
നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ റോഡൊക്കെ വളരെ സെറ്റപ്പായിട്ടായിരിക്കും വർക്ക് ചെയ്ത് വരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഓടേൻ്റെ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ. ആ വർക്കുകളെല്ലാം ഇപ്പോൾ 2 സൈഡും കോൺക്രീറ്റ് കഴിഞ്ഞു. അതായത് ബോട്ടവും സൈഡ് വാളും കോൺക്രീറ്റ് കഴിഞ്ഞു. ഇനി ടോപ്പ് പോർഷൻ മാത്രമാണ് ഇനിയുള്ളത്. നമുക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ അങ്ങോട്ടൊന്ന് നോക്കാം എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന്. അതുമാത്രമല്ല അയൺ റോഡ്സുമായിട്ട് ഹെവി ലോറി വരുന്നത് നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇത് നമുക്ക് പോർട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഓരോ കാഴ്ചകളാണ്. ഇനി നമുക്ക് സ്ലാബിൻ്റെ കുറച്ച് വ്യക്തമായിട്ട് കാണുന്നൊരു വ്യൂയിലേക്ക് കൂടെ പോകാം. ഈ ഭാഗത്തു നിന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് സ്ലാബ് നമ്മുടെ റോഡിനോട് ചേർന്നിട്ടുള്ള ഓടേൻ്റെ വർക്കുകൾ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുമാത്രമല്ല മുകളിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന വേസ്റ്റ് വെള്ളവും ഇതെല്ലാം ഒലിച്ചു പോകേണ്ട ആ വർക്കിൻ്റെ മുകളിൽ നമ്മുടെ സ്ലാബുകൾ വെച്ച് ഫില്ലായി വരുന്നുണ്ടോ. അത് വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2 ആഴ്ച കൊണ്ട് വലിയ മാറ്റങ്ങളാണ് പോകുന്നത്. ഹെവി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് മെഷീൻസും അനുകൂല, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കീറി മുറിച്ചുള്ള വർക്കുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ഫാസ്റ്റായിട്ടാണ് ആ വർക്കുകളെല്ലാം പോകുന്നത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് തന്നെ അത് മനസ്സിലാവും. അയൺ റോഡ്സുമായിട്ട് 2ാമത്തെ ലോറിയും കടന്നു വരുന്നു നമ്മുടെ മുന്നിലൂടെ. ഉണ്ടോ, വർക്കുകളൊന്നും ഒരിടത്തും ഒരു ലാഗ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നില്ല. ഈ റോഡൊക്കെ വളരെ വേഗം തന്നെ ഒന്നിൽ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിരിക്കും ഫില്ലായി വരുന്നത്. ഉണ്ടോ, ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്ന വിഷ്വൽ. ഇനി 3ഓ 4ഓ വിഷ്വലിലേക്ക് പോയാൽ മാത്രമേ നമ്മളെ വീഡിയോ കംപ്ലീറ്റിലേക്ക് പോവുള്ളൂ. മഴ കഴിഞ്ഞിട്ടും നല്ല ചൂട് തന്നെയാണ്. വർക്കിംഗ് സ്റ്റാഫുകളെല്ലാം ടെമ്പററി ഷെൽട്ടർ പോലെ ഉണ്ടാക്കി അവർ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് മീൻസ് എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുവാണ്. ഇനി നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അടുത്തൊരു വ്യൂയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. സൈഡിൽ നിന്നും നമ്മുടെ പോർട്ടിനകത്തോട്ടുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ അടുത്ത് തന്നെയാണ് ഞാനുള്ളത്. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് ഇവിടെ വന്നാൽ സൂം ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു. അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാച്ചുറൽ സ്റ്റോണുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കോൺക്രീറ്റിനെന്തോ ആയിരിക്കും. വളരെ കൂടുതലായിട്ട് വളരെ ചെറിയ നാച്ചുറൽ സ്റ്റോണുകളാണ് തരംതിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് മുന്നിലായിട്ട് നിരയായിട്ട് എ സീരീസും ബി സീരീസും സി സീരീസും ഡി സീരീസും ഇ സീരീസും 5 സീരീസിലുള്ള ക്രെയിനുകൾ, അതായത് യാർഡ് ക്രെയിനുകൾ അല്ലെങ്കിൽ കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുകൾ, ZRM G01ൻ്റെ സീരീസിലുള്ള ക്രെയിനുകൾ, 5 സീരീസിലുള്ള ക്രെയിനുകൾ നിരയായി നിർത്തിയിട്ടിരുന്നത് കാണാൻ വളരെ മനോഹരമാണ്. ഇപ്പോൾ ഒരു ലെവലിലേക്ക് തന്നെ കണ്ടോ, കറക്റ്റ് നൂല് പിടിച്ചതുപോലെയാണ് നിൽക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ് ഈ വ്യൂവിൽ നിന്നും. അതുമാത്രമുള്ള മാറ്റങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ഈ കാണുന്ന സ്ലാബുകൾ ധാരാളമായിട്ട് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കണ്ടോ. ഈ ഭാഗത്തെല്ലാം ധാരാളം സ്ലാബുകളുണ്ട്. മഴ കാരണം കുറച്ച് ചെളിയായിട്ടുണ്ട് ഇവിടെ. നല്ല ഹെവി റെയിൻ ആയിരുന്നു ഇന്നലെയും മെനഞ്ഞാന്ന് 2 ദിവസം മുന്നേയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ചെളിയുള്ളത്. ഈ ഭാഗത്തെല്ലാം ധാരാളം സ്ലാബുകളുണ്ട്. ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. നമുക്ക് അവിടേക്ക് വീഡിയോയ്ക്ക് പോകാം. അതിന് മുന്നേ ഈ വശത്തുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം. തൊട്ട് താഴെയായിട്ട്, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് റോഡിൻ്റെ വർക്കുകളുള്ളത്. അതിനോടനുബന്ധിച്ചുള്ള ഈ പറയുന്ന വേസ്റ്റ് വെള്ളം ഒലിച്ചു പോകുന്നതിന് മഴ പെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളം, ഞാൻ നിൽക്കുന്ന ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ്, ഈ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നും വേസ്റ്റും വെള്ളവും ഇതെല്ലാം ഒലിച്ച് നമ്മളെ പോർട്ടിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ ഒരു ഓടേൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത്. ആ പോർഷനിലെ വർക്കുകൾ ഇവിടെ എത്തിയിട്ടില്ല. ഉണ്ടോ, നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ റോഡിന് ആവശ്യമായിട്ടുള്ള മെറ്റലും നമ്മുടെ പറഞ്ഞ എംസാൻഡൊക്കെ ഇവിടെ ധാരാളമായി ഡംപ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന റോഡിന് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഈ പറയുന്ന ഓടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന എംസാൻഡും മെറ്റലുമാണ്, ചെറിയ മെറ്റലുമാണ്. എനിക്ക് തോന്നുന്നു 3/4 ഇഞ്ച് മെറ്റലാണെന്ന് തോന്നുന്നുണ്ട്. ആ മെറ്റലുമാണ്
ഇതേ ഇവിടെ ധാരാളമായി ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ നടക്കും. ഉണ്ടോ, കുറച്ചപ്പുറത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. ഇപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട അയൺ റോഡ്സ് നമുക്ക് ഇവിടെ നമുക്ക് കാണാം. വെയിറ്റ് ബ്രിഡ്ജിൽ വെയിറ്റ് എടുത്തിട്ട് പോകുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം. ഈ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് വെയിറ്റ് ബ്രിഡ്ജ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ വശത്തുനിന്ന് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. വെയിറ്റ് ബ്രിഡ്ജിൻ്റെ പണികൾ നടക്കുന്ന വീഡിയോയും നമ്മുടെ ഈ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ പോർട്ടിന് ആവശ്യമായിട്ടുള്ള എന്ത് സാമഗ്രികൾ വന്നാലും ഇവിടുന്ന് വെയിറ്റ് ബ്രിഡ്ജിൽ നിന്ന് വെയിറ്റ് എടുത്തിട്ടായിരിക്കും അകത്തോട്ട് പ്രവേശനമുള്ളത്. നമ്മുടെ എൻട്രൻസിലൊരു വെയിറ്റ് ബ്രിഡ്ജ് ഇല്ല, ഇവിടെ തന്നെയാണ് വെയിറ്റ് ബ്രിഡ്ജ് ഉള്ളത്. അവിടെയും വെയിറ്റ് ബ്രിഡ്ജിൻ്റെ പണികൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. 2 ലോറികളാണ് വരുന്നുണ്ടോ അയൺ റോഡ്സുമായിട്ട്. ഇതാണ് ഈ ഭാഗത്ത് നിന്നുണ്ട വിഷ്വൽ. അതുമാത്രമല്ല വളരെ ദൂരെയായിട്ട് നമുക്ക് കാൻറ്റിലിവർ റൈമണ്ട് ക്രെയിൻ E05 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ യാർഡ് പോർഷൻ്റെ കുറച്ച് വർക്കുകളും നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ. യാർഡ് പോർഷൻ എല്ലാം ലെവൽ ചെയ്തിരിക്കുന്നു. മൊത്തം നല്ല ലെവലിങ്ങിലോട്ട് മാറാൻ കാരണം ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത്രയും ലെവൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിയും വളരെ കൂടുതലായിട്ട് ലെവൽ ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന ആ യാർഡ് പോർഷൻ്റെ വർക്കുകൾ നമ്മൾ വളരെ ദൂരെയായിട്ട് ഫസ്റ്റ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ കൊണ്ട ട്രഡ്ജിൻ്റെ ഔട്ട്പുട്ട് ഹോസ് മടക്കി വെച്ചിരിക്കുന്ന ആ വശത്തുള്ള വർക്കുകളെല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ പോർട്ടിനകത്ത് നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ആണ് ഈ ഭാഗത്തുള്ള എല്ലാ വർക്കുകളും. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയാൽ മാത്രമേ അടുത്ത് കുറച്ച് വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് എന്തായി, കഴിഞ്ഞ വീഡിയോയിൽ നമുക്കത് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല, വിട്ടുപോയിരുന്നു. അതുകൂടി ചേർത്തായിരിക്കും കോമ്പൗണ്ട് വാർഡ് ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് എന്തായി, ആ വർക്കുകളെല്ലാം നമ്മൾ ഒന്നുകൂടി നോക്കുവാണ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണ്. നമുക്കിനി ആ പോർഷനിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂവും എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇത് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. നമ്മൾ തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്ത സൈഡാണെങ്കിൽ ഇത് ഏറ്റവും പുറകുവശമാണ്. കാരണം ഇവിടെ നമ്മൾ ഈ പറയുന്ന 2 എക്സ്കവേറ്റർ നിൽക്കുന്ന സ്ഥലത്ത് ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ച് കൂട്ടിയിട്ട് ഇവിടുന്ന് ബാർജ് വഴി നമ്മുടെ ബ്രേക്ക് വാട്ടറിനും ബെർത്തിൻ്റെ സൈഡിൽ യാർഡ് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത് ബ്രേക്ക് വാട്ടറിനാണ്. ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ ഇതുവഴിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പുതുതായി ഒരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കണ്ടോ, ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പോർട്ടിനകത്തുകൂടിയും വരുന്ന റോഡുണ്ട്, പുറത്തുകൂടിയും വരുന്നുണ്ട്. ഈ പോർട്ടിൻ്റെ പുറത്തുകൂടി വരുന്ന റോഡിന് എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് വാട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് എൻട്രൻസ് ആണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെയും കാണാൻ സാധിക്കും. ഇവിടെ ഓപ്പണിംഗ് ക്ലോസ് ആയിട്ട് ഗേറ്റുമുണ്ട്. ഈ ഭാഗത്തുകൂടിയാണ് നമുക്ക് സ്റ്റാർട്ടിങ്, അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്നത്. അവിടെ പുതുതായിട്ടാണ് ഇപ്പോൾ ഗേറ്റ് വെച്ചത്, നേരത്തെ അത് കണ്ടിരുന്നില്ല. പക്ഷെ നേരത്തെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ അവിടെ ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ തൊട്ട് ബാക്കിലായിട്ട് അയൺ റോഡ്സുമായിട്ട് ലോറി വന്നിട്ടുണ്ട്, അങ്ങനെ സ്റ്റോണുമായിട്ട് ലോറി വരും. എല്ലാം ഇവിടെ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് അതീവ സെക്യൂരിറ്റി ഉള്ള പ്ലേസ് തന്നെയാണ് നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ സ്ഥലങ്ങളും. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ആർക്കും പ്രവേശനമില്ലാതെ അല്ലെങ്കിൽ അനുവാദമില്ലാതെ ആർക്കും പോർട്ടിനകത്ത് ഒരു കാരണവശാലും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വളരെ ദൂരെയായിട്ട് നമുക്ക് ലോറിയിൽ ഇതെനിക്ക് തോന്നുന്നു കോൺക്രീറ്റ് മിക്സർ മെഷീൻ്റെ ലോറിയാണെന്ന് തോന്നുന്നു, അത് വരുന്നുണ്ട്. കാരണം നമുക്കവിടെ ഈ 10 മീറ്ററിൻ്റെ റോഡിൻ്റെ വർക്കുകൾ, അതായത് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കുകളും സ്ലാബിൻ്റെ വർക്കുകളും സ്ലാബ് ഫില്ല് ചെയ്യുന്ന വർക്കുകളും നടക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കോൺക്രീറ്റുമായിട്ടാണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സുമായിട്ടാണ് ഒരു ലോറി പോകുന്നുണ്ട്, ഒരു ലോറി വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ കാണുന്നത്. അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ധാരാളം സ്പ്ലിറ്റ് ബാർജുകളും എഞ്ചിൻലെസ് ബാർജുകളും ഈ ഭാഗത്ത് നിന്നും സ്റ്റോണുകളുമായി പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഈ ഭാഗത്ത് നമുക്ക് നോക്കുക, ഫിഷർമാൻമാരുടെ വള്ളങ്ങൾ ധാരാളമായിട്ടുണ്ടോ, വള്ളങ്ങളുണ്ട്. ഈ ഗേറ്റ് കടന്നിട്ടാണ് നമ്മുടെ ഈ ലോറി പാസ് ചെയ്ത് പോകുന്നത്. ധാരാളം ലോറികൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഈ ഭാഗത്തുള്ള കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളാണ്. ഉണ്ടോ, ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്യാം. ഈ ഭാഗത്തെല്ലാം
കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അയൺ റോഡ്സ് എല്ലാം ഇവിടെ ധാരാളമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. റോഡും നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ് കേട്ടോ. ഈ ഭാഗത്തു നിന്നാൽ പോർട്ടിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങളും കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും യാർഡ് പോർഷനും നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണുന്ന കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ. ഇനി ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തെങ്ങുകൾ ധാരാളമായി നിൽക്കുന്നുണ്ട്, കാണാൻ സാധിക്കില്ല. എന്നാലും നമുക്കത് വ്യക്തമായിട്ട് കാണുന്ന വശം ഷൂട്ട് ചെയ്ത് കാണിക്കും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പലരും പറഞ്ഞു അങ്ങനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാമായിരുന്നു, വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അത് ഉറപ്പായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. നമ്മുടെ കോമ്പൗണ്ട് വാൾ, നമ്മുടെ പോർട്ടിനോട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ട് വാൾ. നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകളും റോഡിൻ്റെ പല വശങ്ങളിലും വളരെ ദൂരെയായിട്ടൊന്ന് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് റോഡിനോട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സ്ഥലം ഇതാണ്. നമ്മൾ ഈ കാണുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സ്പേസ് കണ്ടോ. ഇത് ഇവിടെയാണ് ഫുട്ബോൾ ഗ്രൗണ്ട് പണിയുന്നത്. അതാണ് ഞാൻ കുറച്ച് വന്നിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ടുള്ള റോഡ് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ. പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പോർട്ട്, തൊട്ട് താഴെ ഫുട്ബോൾ ഗ്രൗണ്ട്. അതിനോട് ചേർന്നുള്ള റോഡിൻ്റെ വർക്കുകളാണ് ഇതാണ് നടക്കുന്നത്. ഈ റോഡ് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പല കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ടായിരിക്കും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ റോഡ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിനോട് ചേർന്നിട്ടുള്ള നമുക്ക് മത്സ്യബന്ധനത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം ഉള്ള വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്ലേസ് എല്ലാം ട്രെഡ്ജ് ചെയ്തെടുത്താണ്. ഫസ്റ്റ് ട്രെഡ്ജ് ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്ത പ്ലേസുകളാണിതെല്ലാം. നമ്മൾ ഈ കാണുന്ന പ്ലേസുകളെല്ലാം കടൽ തന്നെയായിരുന്നു. ഏതാണ്ട് കിലോമീറ്ററോളം ഇത് ഫസ്റ്റ് ട്രെഡ്ജ് ചെയ്തെടുത്ത സ്ഥലങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ പ്ലേസുകളൊക്കെയാണ് ആദ്യമായിട്ട്, അതായത് ട്രെഡ്ജ് ചെയ്യുന്ന മുമ്പേയുള്ള സ്ഥലങ്ങൾ. ട്രെഡ്ജ് ചെയ്തതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഈ പ്ലേസ് നമുക്ക് കാണാൻ സാധിക്കണ്ടോ. ധാരാളം വള്ളങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് വിഴിഞ്ഞം ഹാർബർ. വിഴിഞ്ഞം ഹാർബറിൽ ഉൾക്കൊള്ളാത്ത വെള്ളങ്ങളല്ല, അതായത് നിറയുന്ന വള്ളങ്ങളെല്ലാം ഇവിടെയാണ് ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫുട്ബോൾ ഗ്രൗണ്ട് വർക്കുകളെല്ലാം നടക്കുക തന്നെയാണ് ചെയ്യുന്നുണ്ടോ. ഇതൊരു കോൺക്രീറ്റ് ബൗണ്ടറി പോലെ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. മഴയായത് കാരണം കുറച്ച് വെള്ളങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആ വർക്കുകളെല്ലാം നടക്കുവാണ്. പിന്നെ വലേൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് മത്സ്യബന്ധനത്തിന് പോകുന്ന ഫിഷർമാന്മാരെല്ലാം വലകളെല്ലാം നൂത്തിട്ട് ചെറിയ വള്ളങ്ങളിൽ വർക്ക് ഇപ്പം നമുക്ക് കടലിലേക്ക് പോകാവുന്നതാണ്. അതുകൊണ്ട് ആ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫിഷർമാന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ. ഇത്രയും വീതിയുണ്ട് ഇവിടെ. ഇത്രയും വീതിക്കാണ് ഇവിടെ റോഡ് വർക്ക് നടക്കുന്നത്. ഇത് തൊട്ടപ്പുറത്തൊരു ചെറിയൊരു പാലമുണ്ട്. അവിടേക്കാണ് ഈ റോഡിൻ്റെ എൻഡ് പോർഷൻ കണ്ടോ. വലകൾ വൃത്തിയാക്കി കടലിലേക്ക് പോകാനൊരുങ്ങുന്ന ഫിഷർമാൻമാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പ്ലേസ് എല്ലാം വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ താഴെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഉണ്ടോ. വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇതുപോലുള്ള മഴ പെയ്യുമ്പോഴുള്ള വെള്ളവും അഴുക്ക് വെള്ളവും പോർട്ടിനകത്തോട്ടും കടലിലേക്ക് നേരിട്ട് ഒഴുകി, അതായത് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സൈഡിൽ ഇങ്ങനെ ഓടേൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഈ സൈഡൊക്കെ ഇനി പണിയാനുണ്ട്. ഇതെല്ലാം പണിത് വരാം അറ്റം വരെ കണ്ടോ. കുറച്ച് ഭാഗങ്ങളാണ് പണിയുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ വർക്കുകളെല്ലാം കാണുന്നത്. അതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റി വർക്കെല്ലാം വളരെ വേഗത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. റോഡിൻ്റെ വർക്കെല്ലാം അത് നമുക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇതാ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ഇനി നമുക്ക് കുറച്ച് ഹൈറ്റുള്ള പ്ലേസിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വിഷ്വലെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ പ്ലേസിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടതുപോലെ, അതായത് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്തതുപോലെ 8 STS ക്രെയിനുകൾ, തലയുയർത്തി നിൽക്കുന്ന 8 STS ക്രെയിനുകളും നിരയായി നിരത്തി വെച്ചിരിക്കുന്ന A സീരീസും B സീരീസും C സീരീസും E സീരീസുമുള്ള 5 സീരീസുമുള്ള ക്രെയിനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു.
അതുമാത്രമല്ല നമുക്ക് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ആ ഒരു പൊസിഷൻ ഇവിടെയാണ്. നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മളെ റോഡിൻ്റെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡിലിറങ്ങി തന്നെ തൊട്ട് മുന്നേ ഉള്ള പാർട്ടിൽ അതാ ഈ പോർഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്തതുണ്ടോ. ഇതിങ്ങനെയാണ് റോഡ് വരുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുവഴി വന്ന് ഇങ്ങനെയാണ് പോകുന്നുണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിഷർമാൻമാരുടെ വലകൾ, അതായത് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന വലകൾ വളരെ വലുതായിട്ട് നിവർത്തിയിട്ടിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ കുരുക്കൊക്കെ അഴിക്കാൻ വേണ്ടിയായിരിക്കും. അത് മാത്രമല്ല അതാ ഫിഷിങ് കഴിഞ്ഞ് വള്ളങ്ങളും വരുന്നുണ്ട്. ഈ റോഡ് ഇതാ ഇങ്ങനെ വന്ന് ഞാൻ കാണിക്കാം. ഇവിടെ വലയുടെ പണികളെല്ലാം നടത്തുന്ന ധാരാളം ഫിഷർമാൻമാരാണ്. ഇതുവഴി ചെറിയൊരു പാലം കാണാം. ഈ പാലം വഴി നേരെ തൊട്ടപ്പുറത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ധാരാളം വള്ളങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതും ചെറു വള്ളങ്ങളിലായിട്ട് മീൻ കൊണ്ടുവന്ന് ലേലം ചെയ്യുന്നതും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അത് വളരെ ദൂരെയായിട്ട് ധാരാളം ഒരു ജനാവലി തന്നെ, ഒരു ജനക്കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് മീനുകൾ ലേലം ചെയ്യുന്നത്. വള്ളങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം വള്ളങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം മീനുള്ള സമയത്ത് ഈ വള്ളങ്ങളൊന്നും ഇവിടെ പാർക്കിംഗ് ഇല്ല. ഇപ്പം മീൻ വളരെ കുറവ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇവിടെ നിന്നും മീനുകളെല്ലാം മേടിക്കാറുണ്ട്. ഇതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിഷ്വൽ. അതുമാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന വിഷ്വലാണ്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഈ വ്യൂ കുറച്ച് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെയാണ് ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ പോകുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പോകുന്നത്. വളരെ ദൂരെയായിട്ട് ഫസ്റ്റ് നമ്മൾ കണ്ട വീഡിയോയിൽ വളരെ ദൂരെയായിട്ട് ഒരു പച്ച നിറത്തിലുള്ള ക്രെയിൻ നമ്മൾ കണ്ടിരുന്നു. ഇത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. അതിലേക്ക് സ്ലാബുകൾ ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെയിനാണ്. അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടായിരുന്നു. അതുവരെ നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഉണ്ടോ, ഇതാണ് ഈ ഭാഗത്തുള്ള വിഷ്വൽ. അതുമാത്രമല്ല ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളത് പോലെ തന്നെ വളരെ ദൂരെയായിട്ട് പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാൾ നമുക്ക് ഒരു ഫ്രെയിമിൽ കിട്ടുന്ന ഒരു വിഷ്വൽ നമുക്കിവിടെ കിട്ടും. കണ്ടോ, വളരെ ദൂരെയായിട്ട് കോമ്പൗണ്ട് വാളുണ്ട്. അതുമാത്രമല്ല തൊട്ട് താഴെ തന്നെ എക്സ്കവേറ്റർ വെച്ച് മണ്ണ് മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സൈഡിലൂടെയുള്ള നമ്മൾ തൊട്ട് മുന്നേ കണ്ട വേസ്റ്റ് വെള്ളം ഒന്നും ഒലിച്ചു പോകാതിരിക്കാനും, അതുമാത്രമല്ല ഈ പ്ലേസിൽ ധാരാളം തെങ്ങ് നിൽക്കുന്ന ഈ പ്ലേസ് എല്ലാം വളരെ ഹൈറ്റായ പ്ലേസ് തന്നെയാണ്. ഇവിടെ നിന്നും മഴ പെയ്യുമ്പോഴുള്ള വെള്ളം പോർട്ടിനകത്ത് ഇറങ്ങാതിരിക്കാനും വേണ്ടിയുള്ള ഓടേൻ്റെ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇവിടെ എല്ലാം മണ്ണ് മാറ്റി നമ്മൾ ഫസ്റ്റ് ഈ പോർഷനിലൊക്കെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ സ്ലാബ് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വരികയാണ്. ആ വർക്കുകളാണ് ഈ പോർഷനിൽ നമുക്ക് ഒരു ഫ്രെയിമിൽ കിട്ടുന്നത്. കുറച്ചുകൂടി അടുത്തു നിന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ വർക്ക് അപ്ഡേറ്റ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.